എല്ലാവർക്കും ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകളടക്കം നിരവധി ക്ഷേമ പദ്ധതികൾ സർക്കാരിൻ്റെ ധനപ്രതിസന്ധി മൂലം വിതരണം മുടങ്ങിക്കിടക്കുകയാണ്. ഇന്ന് ബജറ്റിന് മുന്നോടിയായുള്ള നിയമസഭാ സമ്മേളനം ആരംഭിച്ചപ്പോൾ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക 5 മാസമായത് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു ധനമന്ത്രി. കേന്ദ്ര ഫണ്ട് ലഭിച്ചാൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. പെൻഷൻ പദ്ധതി താളം തെറ്റിച്ചത് കേന്ദ്ര സർക്കാരാണെന്നും പെൻഷൻ കമ്പനിയെ പോലും കേന്ദ്രം മുടക്കിയെന്നും ധനമന്ത്രി പറഞ്ഞു. കേന്ദ്രം വെട്ടിയ 57,400 കോടി രൂപ ലഭിച്ചാൽ ക്ഷേമ പെൻഷൻ 2,500 രൂപയാക്കുമെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞു. ക്ഷേമ പെൻഷൻ കുടിശ്ശിക ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു ധനമന്ത്രി. UDF കാലത്തെ കുടിശ്ശിക കണക്ക് അടക്കം എല്ലാം രേഖകളിലുണ്ടെന്നും കേന്ദ്രം തരാനുള്ള പണം നൽകിയാൽ എല്ലാ പ്രതിസന്ധിയും മാറുമെന്നും ധനമന്ത്രി പറഞ്ഞു. ക്ഷേമ പെൻഷൻ 5 മാസം മുടങ്ങിയതിൽ മനം നൊന്ത് കോഴിക്കോട് ചക്കിട്ടപ്പാറയിലെ ജോസഫ് ആത്മഹത്യ ചെയ്ത സംഭവം നിയമസഭയിൽ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സർക്കാർ നൽകുന്ന ഔദാര്യമല്ല പെൻഷനെന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ PC വിഷ്ണുനാഥ് പറഞ്ഞു. ഇന്ധന സെസ് പോലും പെൻഷന്റെ പേര് പറഞ്ഞാണ് ഏർപ്പെടുത്തിയത്. ജോസഫിന്റെ മരണത്തിന് സർക്കാരാണ് ഉത്തരവാദിയെന്നും PC വിഷ്ണുനാഥ് കുറ്റപ്പെടുത്തി. എന്നാൽ ക്ഷേമ പെൻഷൻ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ജോസഫിന്റെ മരണം എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണെന്ന് ധനമന്ത്രി പറഞ്ഞു. ജോസഫ് മുമ്പും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. നവംബറിലും ഡിസംബറിലും ജോസഫ് പെൻഷൻ വാങ്ങിയിരുന്നു. തൊഴിലുറപ്പും പെൻഷനും ചേർത്ത് ഒരു വർഷം ജോസഫ് 52,400 രൂപ കൈപ്പറ്റിയിരുന്നു. തനിച്ച് താമസിക്കുന്ന ജോസഫ് 2023 മാത്രം 24,400 രൂപ പെൻഷൻ വാങ്ങിയിട്ടുണ്ട്. അവസാനമായി പെൻഷൻ വാങ്ങിയത് ഡിസംബർ 27-നാണ്. സ്വന്തം പെൻഷനും മാനസിക വെല്ലുവിളി നേരിടുന്ന മൂത്ത മകളുടെ പെൻഷനും ഉൾപ്പെടെ 3,200 രൂപ കൈപ്പറ്റിയിട്ടുണ്ട്. ജനുവരി 15 വരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോസഫ് പണിയെടുത്തിരുന്നു. ജനുവരി 3-ന് പേരാമ്പ്രയിലെ കാനറ ബാങ്കിൽ നിന്ന് 5,500 രൂപ കൂലി ഇനത്തിൽ കൈപ്പറ്റിയിരുന്നുവെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ധനമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് ക്ഷേമ പെൻഷൻ കുടിശ്ശികയെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. നിലവിൽ സെപ്റ്റംബർ മാസം മുതൽ ജനുവരി മാസം വരെയുള്ള 5 മാസത്തെ പെൻഷനായി 8,000 രൂപയാണ് ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കാനുള്ളത്. കടമെടുത്ത് ഇതിന്റെ ഒരു ഭാഗമെങ്കിലും വിതരണം ചെയ്യുന്നതിനായി ഒരു ഇടക്കാല ഉത്തരവ് തേടി കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും ജനുവരി 25-ന് അനുകൂല വിധി ലഭിക്കുകയുണ്ടായില്ല. കേസ് ഫെബ്രുവരി 13-ലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിനാൽ സഹകരണ ബാങ്കുകളിൽ നിന്നോ മറ്റോ കടമെടുത്ത് ഒരു മാസത്തെ പെൻഷൻ തുകയെങ്കിലും ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിൽ വിതരണം ചെയ്യുമോ എന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് പെൻഷൻ ഗുണഭോക്താക്കൾ. അത്തരത്തിലുള്ള ക്ഷേമ പെൻഷൻ തീരുമാനമുണ്ടായാൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്.